ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വളരെ പെട്ടെന്ന് രാവിലെ എണീറ്റ ഉടനെ വലിയ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ കാരണം കഴിഞ്ഞ നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോസിൻ്റെ താഴെ ഞാനൊരു ആപ്പ് പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഭാഗമായി വന്ന ഒരു എലിഗേഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കോമൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. അതൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. വളരെയധികം മോശമായ ഭാഷയിൽ കോമൻറ്റ് സെഷനിൽ വന്ന് കമൻറ്റ് ചെയ്ത ആൾക്കാർക്കുള്ള ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിയാക്ഷനോ ആയിട്ടല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ തൊട്ട് വളരെയധികം കൺസേണിംഗ് ആയി എനിക്ക് വന്ന ഒരുപാട് മെസ്സേജസും കോമൻസും ഉണ്ടായിരുന്നു. അതിലെല്ലാം അവർക്ക് എന്നോടുള്ള ട്രസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന പ്രൊഫഷനോട് വളരെയധികം അടുത്ത് കിടക്കുന്ന ഒരു കാര്യമാണ് ബ്രാൻഡ് പ്രൊമോഷൻ. മുന്നേ നമ്മൾ ടി വിയിലും ചാനലിലും കണ്ടിരുന്ന ഒരുപാട് പ്രൊമോഷൻസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം യൂട്യൂബിലോട്ട് വന്നിട്ടുണ്ട്. ബ്രാൻഡ് അവരുടെ പേരും പ്രൊഡക്റ്റും ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ യൂട്യൂബേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇതൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് സ്ട്രക്ചറുള്ള ഒരു ജോലി അല്ലാത്തത് കാരണം ഓരോ ക്രിയേറ്റേഴ്സിനും അവരുടേതായിട്ടുള്ള രീതികളായിരിക്കും ബ്രാൻഡ് പ്രൊമോഷൻസിന് ഉണ്ടായിരിക്കുക, അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാനിവിടെ എൻ്റെ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. ഒരു ബ്രാൻഡിനായിട്ട് ഒരു കൊളാബറേഷൻ ഓൺഗോയിങ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡിനായിട്ട് ഒരു കോള് വെക്കുക എന്നുള്ളതാണ്. ആ ഒരു കോളിൽ ബ്രാൻഡിൽ നിന്ന് ഒരു എംപ്ലോയി വന്ന് അവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിനുശേഷം ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കും. അതിനുശേഷവും നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡിന് വേണ്ടി നമ്മളൊരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ സ്ക്രിപ്റ്റ് നമുക്കും ബ്രാൻഡിനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യും. ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.5 വർഷം മുന്നെയാണ് ഈ ഒരു ആപ്പ് പ്രൊമോഷന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡിനായിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. അവരവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ലേറ്റർ ഞാൻ ആപ്പ് ഉപയോഗിച്ചു. ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വെൽ ക്ലിയർ ആയിരുന്നു അതൊരു സോഷ്യലൈസിങ് കം ഒരു ഡേറ്റിംഗ് ആപ്പാണെന്നുള്ളത്. മുന്നത്തെ എൻ്റെ വീഡിയോസിലും ഡേറ്റിങ്ങും റിലേഷൻഷിപ്പും ബ്രേക്കപ്പും അത് റെഡിയാവുന്നില്ലെങ്കിൽ പുതിയൊരു ഡേറ്റിംഗ് ഫേസിലോട്ട് എൻ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവർ എക്സ്പ്ലെയിൻ ചെയ്തുന്ന ഫീച്ചേഴ്സൊന്നും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ആ ആപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് 4 പ്രൊമോഷണൽ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ ഈ ആപ്പിന് എഗെയിൻസ്റ്റ് വലിയൊരു എലിഗേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ഞാൻ വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തും ഏതൊരു ആപ്പിനും ഏതൊരു ഡേറ്റിംഗ് ആപ്പിനും അല്ലെങ്കിൽ ഏതൊരു സ്ട്രേഞ്ചേഴ്സിനെ ഓൺലൈൻ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പിനും വരാൻ സാധ്യതയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ ഒരു ആപ്പിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാനന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു എയർബിഎൻബി നമ്മൾ എടുക്കുകയാണെങ്കിലും എങ്ങനെയാണ് അവിടെ വരുന്ന ആൾ ആ ഒരു എയർബിഎൻബി ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ അന്ന് അതിനെ നോക്കിക്കണ്ടത്. അതിനുശേഷം നമ്മുടെ ഈ 4ാമത്തെ പ്രൊമോഷണൽ വീഡിയോ ലൈവ് പോയതിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ 2 പേര് എനിക്കൊരു യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തു. അതിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചില മെസ്സേജസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. 2 പേരുടെ മെസ്സേജാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഉപയോഗിച്ച് ഒരു ലേഡിക്ക് ഉണ്ടായ ഒരു മോശമായ അനുഭവമായിരുന്നു അവർ ആ ഒരു പെർട്ടിക്കുലർ ആപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർട്ടിക്കുലർ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടു. എനിക്ക് മെസ്സേജ് അയച്ച ഈ 2 ആൾക്കാരെയായിട്ടും ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവും അവരവരുടെ പേഴ്സ്പെക്റ്റീവും ഡിസ്കഷനിൽ വന്നു. നമ്മൾ കുറച്ചു നേരം അത് ഡിസ്കസ് ചെയ്തു. ഒരാൾ വന്ന് ഒരു കാര്യത്തെപ്പറ്റി മോശമായി അവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുമ്പോഴേക്ക് ഒരു കാര്യം മോശമായി പോകുന്നില്ല എന്നായിരുന്നു ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എഗെയിൻ ഇതൊരു പേഴ്സ്പെക്റ്റീവാണ്, നിങ്ങളെല്ലാവരും ഇതിനോട് യോജിക്കണം എന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഒരു വീഡിയോയിൽ ആ ഒരു ലേഡി വളരെ ജെന്യുവനായിട്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനെയായി ഇനി ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1-2 സ്ക്രീൻഷോട്ട്സ് എനിക്കെന്തോ ഇന്നലെ തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാസ്റ്റ് കൊളാബറേഷന് ശേഷവും 3 തവണ ഈ ഒരു ആപ്പ് എന്നെ കൊളാബറേഷന് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഞാനിവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യം ഞാൻ പറയുന്നുണ്ട് ഫ്യൂ മന്ത്സിന് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ലേറ്റർ ഫെബ്രുവരിയിൽ വന്ന ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് ആണത്. അതിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ആപ്പിനായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പ് ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് മുന്നത്തെ വീഡിയോ ഞാൻ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനപ്പോൾ അങ്ങനെ ചിന്തിച്ചില്ല. അത് എനിക്കിപ്പോൾ പറയാനുള്ളൂ. അതിനുശേഷം ഇന്നലെ ഇന്നുമായി നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ നടക്കുന്ന ഡിസ്കഷനിൽ കുറേ ആൾക്കാർക്ക് ഈ ഒരു ആപ്പിൻ്റെ പല ഫീച്ചേഴ്സും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ആപ്പിൻ്റെ ആക്സെപ്റ്റൻസും കൂടെ കോമൻറ്റ് സെഷൻ ഡിസ്കഷൻസിന് ക്ലിയർ ആയിരുന്നു. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എപ്പോഴും ഞാൻ അംഗീകരിക്കും, റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ പേഴ്സ്പെക്റ്റീവ് വേണമെന്നില്ല. എല്ലാ ആൾക്കാർക്കും പല രീതിയിലായിരിക്കും പല കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഞാൻ 100% മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത 4 കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഫേർദറായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാനിവിടെ പറയുന്നു. തനി മലയാളി എന്ന് പറയുന്നത് ഒരു NRI കപ്പിൾ വ്ളോഗ് ചാനലാണെന്ന് ചില ചാനലുകളിൽ വിമർശിക്കുന്നത് കണ്ടു. തനി മലയാളി ഒരിക്കലും ഒരു കപ്പിൾ വ്ളോഗ് ചെയ്യുന്ന ഒരു ചാനലല്ല, ഒരു ഫാമിലി വ്ളോഗിങ് ചെയ്യുന്ന ഒരു ചാനലല്ല. ഇതൊരു സിംഗിൾ പേഴ്സൺ ഓൺ ചാനലാണ്. ഇതിൽ വരുന്ന എൻ്റെ ഹസ്ബൻഡോ എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ ഫാമിലിയോ എൻ്റെ റിലേറ്റീവ്സോ എല്ലാവരും ഇവിടെ ഗസ്റ്റാണ്. ഇവിടെ ചെയ്യുന്ന വീഡിയോസിനും ഇവിടെ ചെയ്യുന്ന കൊളാബറേഷൻസിനും 100% റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഓണർഷിപ്പ് ഞാൻ മാത്രമാണ്. അതൊന്നും എനിക്ക് പറയണമെന്ന് തോന്നി. ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ വളരെയധികം പ്രാധാന്യത്തോടു കൂടെ കോമൻറ്റ് സെഷനിലും അതേപോലെ ചില ചാനലുകളിലും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടുകൊണ്ട് ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ഭീമമായ തുകകൾ വാങ്ങിയിട്ടാണ് ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് 4, 5, 6 ലക്ഷം രൂപയുടെ കണക്കൊക്കെയാണ്. ഈ 5 ലക്ഷം രൂപയുടെ 1/4 പകുതി പോലും ഞാൻ ആപ്പ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചാർജ് ചെയ്തിട്ടില്ല. ആക്ച്വലി അതിവിടെ മാറ്റർ ചെയ്യുന്നൊരു കാര്യമല്ല. 4 രൂപയോ 40,000 40 രൂപയോ 40 ലക്ഷമോ എന്നുള്ളത് ഇവിടെ മാറ്റർ ചെയ്യുന്നൊരു കാര്യമല്ല. ഞാൻ എൻ്റെ പ്രൊഫഷനിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം പൈസയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു എലിഗേഷനാണ് എൻ്റെ നേരെ ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾസോ ലേണിംഗ് കർവ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിപ്പോൾ 9 കൊല്ലമായി ഈ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തൊട്ടേ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയ ആൾക്കാർക്കോ അറിയുന്നുണ്ടായിരിക്കും എനിക്ക് കുറച്ച് പൈസ കിട്ടട്ടെ, എൻ്റെ ചുറ്റുമുള്ളവർക്ക് വരുന്ന ഉപദ്രവങ്ങൾ ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പം എനിക്കിത് പറയാനേ പറ്റുള്ളൂ, കാരണം എൻ്റെ നേരെ ഇങ്ങനൊരു എലിഗേഷൻ ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പലരും ഇതൊരു ജഡ്ജ്മെൻറ്റൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കിക്കാണും. ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കും, വിശ്വസിക്കും ഒക്കെ ചെയ്തേക്കാം. പക്ഷേ ഇത് ഞാൻ എൻ്റെ മനസാക്ഷിക്ക് വേണ്ടി ഇവിടെ പറയുന്നൊരു കാര്യമാണ്. അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഒരു കാലത്തും തെറ്റുകൾ പറ്റില്ല എന്നും അതേപോലെ തന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളതും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം. പക്ഷേ ഒരാൾ എനിക്കത് പറഞ്ഞു തരികയാണെങ്കിൽ അത് അംഗീകരിക്കാനും അത് തിരുത്താനും ഞാൻ വില്ലിങ്ങാണ്. നന്ദി.